UDF സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ. ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിക്കായി KSRTCക്ക് പ്രതിവർഷം 800 കോടിയോളം രൂപ അധികമായി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വരുമാനവും പ്രായവും കണക്കിലെടുക്കാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രയുടെ ആനുകൂല്യം ലഭിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാകും അറിയപ്പെടുക. പ്രതിമാസം 75 കോടിയോളം രൂപയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ KSRTCക്ക് അധിക ബാധ്യതയാകുന്നത്. പ്രതിവർഷം 1500 കോടി രൂപ നിലവിൽ സർക്കാർ KSRTCക്ക് സാമ്പത്തിക സഹായമായി നൽകുന്നുണ്ട്. ഇതിനൊപ്പം 800 കോടിയോളം രൂപ കൂടി അധികമായി അനുവദിക്കും. സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. പദ്ധതിക്കായി സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ നിലവിൽ ആലോചനയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓർഡിനറി ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. എല്ലാ മാസവും നമ്മളത് റിവ്യൂ ചെയ്യും. എല്ലാ മാസവും. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലബാറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എവിടെയാണ് കുറവ്, എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കി അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. 6 മാസത്തിനുള്ളിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് KSRTCക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.